നമ്മൾ കേരള ഹിസ്റ്ററിയിലെ എല്ലാ ടോപ്പിക്കുകളും എന്താണ് ഈ ചാനലിലൂടെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം കേരള ഹിസ്റ്ററി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സബ്ജക്റ്റ് എടുക്കുകയാണ്. പൊളിറ്റിക്സ് ആണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ്. അപ്പം അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്രിയാമ്പിളാണ്. അപ്പം നമുക്ക് കൂടുതലായിട്ട് പ്രിയാമ്പിളിനെ കുറിച്ച് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ മലയാളം നോക്കുകയാണെങ്കിൽ ആമുഖം എന്നാണല്ലേ. അപ്പം ശരിക്കും ഇത് എന്തിനുള്ള ആമുഖമാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭരണഘടനയ്ക്കുള്ള ആമുഖമാണെന്ന് പറയാൻ പറ്റും. അതായത് ഇൻട്രൊഡക്ഷൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പം ഞാനിവിടെ പ്രിയാമ്പിൾ ഡിഫൈൻ ചെയ്യുന്നില്ല. കാരണം നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പ്രിയാമ്പിളിൻ്റെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഉള്ളിലെ കീവേഡ്സ് എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ നാച്ചർ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്തൊക്കെയാണ്, പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് പ്രിയാമ്പിൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് കൂടുതലായിട്ട് എന്താണ് ഈ ഒരു ഡെഫിനിഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. അപ്പം ആദ്യം തന്നെ നമ്മൾ കീവേഡ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു ആമുഖത്തിൽ നമുക്ക് 9 കീവേഡ്സ് കാണാൻ പറ്റും. സൊവേരിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റർനിറ്റി എന്നിവയാണ് അവ. അപ്പം അതിൻ്റെ മലയാളം പറയുകയാണെങ്കിൽ സൊവേരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാധികാരം, സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് സ്ഥിതിസമത്വമാണ്, സെക്യുലാർ എന്ന് പറയുന്നത് മതേതരത്വം, ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് ജനാധിപത്യമാണ്, റിപ്പബ്ലിക് എന്ന് പറയുന്നത് റിപ്പബ്ലിക് തന്നെ, ജസ്റ്റിസ് എന്ന് പറയുന്നത് നീതി, ലിബർട്ടി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, ഇക്വാലിറ്റി എന്ന് പറയുന്നത് സമത്വം, ഫ്രാറ്റർനിറ്റി എന്ന് പറയുന്നത് സാഹോദര്യം. അപ്പോൾ നമ്മൾ ഈ ഓരോന്നും എന്താണ് അതിൻ്റെ ഉള്ളിൽ അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കീവേഡ്സ് 9 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഈ 9 എണ്ണത്തെ തന്നെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് നാച്ചർ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. അതായത് നമ്മുടെ ഈ ഒരു ഇന്ത്യ എന്നുള്ള സ്റ്റേറ്റിൻ്റെ ആ ഒരു നാച്ചർ നമുക്ക് ഈ ഒരു പ്രിയാമ്പിളിലൂടെ അറിയാൻ പറ്റും. 5 നാച്ചറുകളാണ് ഉള്ളത്. അതിലെ ആദ്യം ഞാൻ പറഞ്ഞ സൊവേരിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ഈ 5 കാര്യങ്ങൾ നമുക്ക് നാച്ചർ ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്താൻ പറ്റുക. അതുപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 4 എണ്ണമാണ് നമുക്ക് പറയാൻ പറ്റുക. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റർനിറ്റി. അപ്പം നമുക്ക് ഈ ഓരോ വേർഡും എന്താണ് അതിൻ്റെ ഉള്ളിൽ അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പരമാധികാരമാണ് എടുക്കുന്നത്, അതായത് സൊവേരിജിൻ. ഈ സൊവേരിജിൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, അതായത് ആ ഒരു മലയാള വാക്കിൽ തന്നെ എന്താണ് അതിൻ്റെ അർത്ഥമുണ്ട്, പരമാധികാരം. പരമാധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് തന്നെ സ്വയം തീരുമാനം എടുക്കാൻ പറ്റില്ല, അതായത് നമ്മൾ മറ്റുള്ളവരൊന്നും ആശ്രയിക്കേണ്ട, നമുക്ക് പരമാധികാരമുണ്ട്. അതേ ഒരു മീനിങ് തന്നെയാണ് നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അപ്ലൈ ചെയ്യുമ്പോഴും കിട്ടുന്നത്. അതായത് ബാഹ്യവും ആന്തരികവുമായ കാര്യങ്ങളിൽ എന്താണ് തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രത്തിനുള്ള അധികാരം. ഇപ്പോൾ നമുക്ക് എന്താണ് മറ്റൊരു രാജ്യമായിട്ട് എന്താണ് ഇപ്പോൾ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കണമെങ്കിൽ നമ്മൾ വേറൊരു രാജ്യത്തിനോടുള്ള അനുവാദമൊന്നും ചോദിക്കേണ്ട. നമുക്ക് എന്താണ് നമ്മുടെ രാജ്യത്തിന് സ്വയം അത് തീരുമാനിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പുതിയ നിയമങ്ങളോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊണ്ടുവരാൻ, അതായത് എന്ത് ചേഞ്ചസ് കൊണ്ടുവരാനും എന്താണ് നമ്മൾ വേറെ ആരുടെ പെർമിഷനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ രാഷ്ട്രത്തിന് എന്താണ് അതിനുള്ള അധികാരമുണ്ട്. അതാണ് സൊവേരിജിൻ എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു എക്സ്ട്രാ ഫാക്റ്റ് എന്ന രീതിയിൽ പഠിക്കുന്നുണ്ട്. 1949 എന്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നത്? 1947 അത് കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോൾ, അതായത് 1949 എന്താണ് ഇന്ത്യ ബ്രിട്ടീഷ് ക്രൗണിൻ്റെ, അതായത് കോമൺവെൽത്തിൻ്റെ തലവനാണെന്ന് അംഗീകരിച്ചു കൊണ്ടിട്ട് കോമൺവെൽത്തിലെ പൂർണ്ണ അംഗത്വം പ്രഖ്യാപിക്കുന്നുണ്ട്. അതായത് നമ്മുടെ കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടൻ്റെ പണ്ട് കാലത്ത് ബ്രിട്ടൻ എന്തായിരുന്നു ഭരിച്ചിട്ടുള്ള രാജ്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഇതാണല്ലേ കോമൺവെൽത്ത്. അപ്പം ആ ഒരു കോമൺവെൽത്തിൽ ഇന്ത്യ എന്താണ് അംഗമാവുന്നുണ്ട് എന്ന് 1949 പറയുന്നുണ്ട്. അപ്പം ആ ഒരു കോമൺവെൽത്തിൻ്റെ തലവനായിട്ട് ആരാണുള്ളത്? നമ്മുടെ ബ്രിട്ടൻ ആണല്ലേ ഉള്ളത്. അപ്പം ഇതിൽ ഞാൻ എക്സ്ട്രാ ഫാക്റ്റ് എന്ന് പറഞ്ഞ് നമ്മളിത് പഠിക്കാൻ കാരണം ഈ 1949 ഈ ഒരു കോമൺവെൽത്തിൽ അംഗമാവുന്നത് വഴി ഇന്ത്യയുടെ പരമാധികാരത്തിന് ഒരു കോട്ടവും തട്ടുന്നില്ല എന്നുള്ളൊരു പോയിന്റ് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ വിചാരിക്കും അയ്യോ ബ്രിട്ടൻ്റെ തലവനായിട്ടുള്ള ആ ഒരു കോമൺവെൽത്തിലൊക്കെ നമ്മൾ അംഗമായി, അപ്പം ഇനി നമ്മൾ ബ്രിട്ടനോട് എന്തെങ്കിലുമൊക്കെ സമ്മതം ചോദിക്കേണ്ടി വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുമല്ലേ. അപ്പം അങ്ങനെയൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നത് എന്താണ് ഈ ഒരു അംഗത്വം എടുത്തത് വഴി ഇന്ത്യക്ക് എന്താണ് ഈ ഒരു നമ്മുടെ പരമാധികാരത്തിൽ ഒരു കോട്ടവും തട്ടുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ UNOയിൽ 1945 അംഗമാവുന്നുണ്ട്. അപ്പം ഈ ഒരു UNOയിൽ അംഗമാവുന്നത് വഴിയും നമ്മുടെ പരമാധികാരത്തിന് അതായത് സൊവേരിജിന് ഒരു
കോട്ടവും തട്ടുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യത്തെ കീവേഡ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത കീവേഡിലേക്ക് വരികയാണ്. അതാണ് സോഷ്യലിസ്റ്റ് അഥവാ സ്ഥിതി സമത്വം. അപ്പം ഈ ഒരു സ്ഥിതി സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങളൊക്കെ എന്താണ് കുറച്ചിട്ട് സാമൂഹ്യനീതി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ സാമൂഹ്യനീതി കൊണ്ടുവരണം. അതെങ്ങനെ കൊണ്ടുവരണം? നമ്മുടെ സമൂഹത്തിൽ സാമൂഹ്യമായിട്ടും സാമ്പത്തികമായും രാഷ്ട്രീയമായിട്ടും ഒക്കെ അസമത്വങ്ങൾ ഉണ്ടല്ലേ, അപ്പം അതൊക്കെ കുറച്ച് കൊണ്ടിട്ട് വേണം നമ്മുടെ ഈ സാമൂഹ്യനീതി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്ഥിതി സമത്വം. നമ്മുടെ ഭരണഘടന വരുന്ന സമയത്ത് എന്താണ് ഈ ഒരു സോഷ്യലിസ്റ്റ് എന്നുള്ളൊരു വേർഡൊന്നും നമ്മുടെ പ്രിയാമ്പിളിൽ ഇല്ലായിരുന്നു. 1976 42ാം അമെൻമെൻറ്റ് വഴിയാണ് ഈ ഒരു സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്ക് കൂട്ടിച്ചേർക്കുന്നത്. അപ്പം അതിന് മുമ്പേ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഭരണഘടന നിർമ്മിക്കുന്ന ആളുകൾ അപ്പം ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു സമത്വം വേണ്ട എന്നാണോ വിചാരിച്ചത്, അല്ലെങ്കിൽ അന്ന് എന്തുകൊണ്ട് കൂട്ടിച്ചേർത്തില്ല എന്നൊക്കെ ഡൗട്ട് വരികയാണെങ്കിൽ, അന്നും അതായത് നമ്മുടെ ഭരണഘടന രൂപീകരിക്കുമ്പോഴും എന്താണ് ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അന്ന് ഉണ്ടായിരുന്നു. അപ്പം അതുവഴി എന്താണ് ആ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അഥവാ DPSPയിൽ കാണാൻ കഴിയുന്നത് ഒരു സോഷ്യലിസ്റ്റ് കണ്ടന്റ് തന്നെയായിരുന്നു. പക്ഷേ അതെന്താണ് ആ ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടും. പക്ഷേ എന്താണ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല ഒരു സോഷ്യലിസ്റ്റ് വരാനാണ് നമ്മുടെ ലക്ഷ്യം എന്നൊന്നും പറയുന്നില്ല. അപ്പം ഈ ഒരു സോഷ്യലിസ്റ്റ് എന്നുള്ള വേർഡ് 42ാം അമെൻമെൻറ്റ് വഴി കൂട്ടിച്ചേർത്തതാണ്. നമ്മൾ ഫോളോ ചെയ്യുന്ന സോഷ്യലിസം എന്ന് പറയുന്നത് എന്താണ്? ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്, അല്ലാതെ ഒരിക്കലും ഒരു കമ്മ്യൂണൽ സോഷ്യലിസം അല്ല. കമ്മ്യൂണൽ സോഷ്യലിസത്തിൻ്റെ മറ്റൊരു വേർഡാണ് സ്റ്റേറ്റ് സോഷ്യലിസം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സോഷ്യലിസത്തിൽ, ഡെമോക്രാറ്റിക് സോഷ്യലിസത്തിൽ നമ്മുടെ പൊതുമേഖലയ്ക്കും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയ്ക്കും രണ്ടുപേർക്കും എന്താണ് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മിക്സഡ് എക്കോണമിയിൽ വർക്ക് ചെയ്യുന്നത് പോലെ അല്ലേ, അപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ മതേതരത്വമാണ് പഠിക്കുന്നത്. സെക്യുലാർ, അതായത് മതേതരത്വം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന അത് ഒരു കൺസെപ്റ്റ് തന്നെയാണ്. അതായത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശമാണ്. അതായത് ഇന്ത്യയിൽ ഒരു മതം എന്താണ്, രാഷ്ട്രത്തിന് ഔദ്യോഗികമായിട്ട് മതമൊന്നുമില്ല. നമുക്ക് ഏത് മതം വേണേൽ സ്വീകരിക്കാം, അത് ഇഷ്ടമാണെങ്കിൽ പ്രചരിപ്പിക്കാം, നമുക്ക് ഫോളോ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു മതേതരത്വം പറയുന്നത്. അപ്പം രാഷ്ട്രം എന്താണ്, ഒരു മതത്തിനോടും വിവേചനവും കാണിക്കുന്നില്ല. അതായത് രാഷ്ട്രത്തിന് എന്താണ്, ഇപ്പം ഒരു ചില മതങ്ങൾ രാഷ്ട്രം പറയണം ആ മതം വേണ്ട, മറ്റുള്ള മതങ്ങൾ മതി, അങ്ങനെയൊന്നും ഇന്ത്യയിൽ നടക്കില്ലല്ലേ. നമുക്ക് ഏത് മതം വേണേലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതായത് ഏത് മതം വേണേലും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും, എല്ലാം പറ്റും. അപ്പം രാഷ്ട്രത്തിന് എന്താണ്, ഔദ്യോഗിക മതവും ഇല്ല. ഇനി നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും ഒരു പോസിറ്റീവ് ആശയമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു സെക്യുലാർ എന്ന് പറയുന്ന ഈ ഒരു മതേതരത്വവും ഈ 42ാം അമെൻമെൻറ്റ് വഴി കൂട്ടിച്ചേർത്തതാണ്. 42ാം അമെൻമെൻറ്റ് എന്ന് പറയുന്നത് 1976 ഇനി ഈ ഒരു സെക്യുലാർ സ്റ്റേറ്റ് എന്ന് ഭരണഘടനയിൽ എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇന്ത്യ എന്താണ് ഒരു സെക്യുലാർ സ്റ്റേറ്റ് ആണെന്നൊക്കെ നമുക്കറിയാം, അതായത് മതമൊന്നുമില്ല. പക്ഷേ നമ്മൾ വിചാരിക്കും ഈ സെക്യുലാർ സ്റ്റേറ്റ് എന്ന് നമ്മുടെ ഭരണഘടനയിൽ എവിടെയോ പ്രതിപാദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് സെക്യുലാർ സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റുന്നത് എന്ന്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ ഭരണഘടനയിൽ എന്താണ് ഒരിക്കലും സെക്യുലാർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ആർട്ടിക്കിൾ 25 to 28 നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ആവാനാണ് നമ്മുടെ ആഗ്രഹം എന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ആർട്ടിക്കിളിലൂടെ, അത് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിക്കുമ്പോൾ എന്താണ് ഈ ആർട്ടിക്കിൾ 25, എന്താണ് 28, അതിൻ്റെ ഉള്ളിൽ പറയുന്ന ആർട്ടിക്കിളിലെ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അവിടെ പഠിക്കും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ആർട്ടിക്കിളിലൂടെ നമുക്ക് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ സെക്യുലാർ സ്റ്റേറ്റ് ആവാനാണ് നമുക്ക് ആഗ്രഹം, അതിനുള്ള കാര്യങ്ങളൊക്കെ ആ ആർട്ടിക്കിൾ ഉണ്ടെന്ന്. അടുത്തത് നമ്മൾ ജനാധിപത്യമാണ് പഠിക്കുന്നത്. ഡെമോക്രാറ്റിക്, അതായത് നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ എന്താണ് ഭരണം നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനാധിപത്യം എന്ന് പറയുന്നതല്ലേ. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത്, അതായത് ജനാധിപത്യം എന്ന് പറയുന്നത് ആ ഒരു ഫോം ചെയ്തിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഡെമോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീപ്പിള്, ക്രാറ്റിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂൾ. അപ്പം പീപ്പിൾ റൂളാണ് ജനാധിപത്യം. ഈ ഒരു ജനാധിപത്യത്തിലൂടെ രാഷ്ട്രീയ ജനാധിപത്യം, സാമൂഹികവും സാമ്പത്തികമായ ജനാധിപത്യം ഒക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അത്രയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു പാർലമെൻ്ററി ജനാധിപത്യമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അടുത്ത പോയിൻ്റാണ് റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ മലയാളവും റിപ്പബ്ലിക് തന്നെ. അതായത് നമ്മളെ തലവൻ എന്ത് ചെയ്യാണ്, തിരഞ്ഞെടുപ്പിലൂടെയാണ് നിശ്ചയിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള രാഷ്ട്രങ്ങൾ എന്താണ്, റിപ്പബ്ലിക് ആണെന്നാണ് പറയുക. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് രാഷ്ട്രപതിയുണ്ട്, PM ഉണ്ട്. അപ്പം നമ്മളെ മൈൻഡിൽ ആരാണ് ഏറ്റവും വലുതെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ PM ആരാണ്,
നരേന്ദ്രമോദിയാണല്ലേ. അപ്പം നമ്മൾ വിചാരിക്കും നരേന്ദ്രമോദിയാണ് നമ്മുടെ രാഷ്ട്ര തലവൻ, കാരണം അദ്ദേഹമല്ലേ എല്ലായിടത്തിലും പോയിട്ട് നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളിൽ പോവുകയും എല്ലാ പ്രതിനിധാനം ചെയ്യുന്നതൊക്കെ അദ്ദേഹമല്ലേ എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ നമ്മൾ ഈ ഒരു പൊളിറ്റിക്സിൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ ഒരു രാഷ്ട്രപതി, അതായത് പ്രസിഡൻ്റാണ് നമ്മുടെ രാഷ്ട്ര തലവൻ. പക്ഷെ അദ്ദേഹം എന്ന് പറയുന്നത് നാമമാത്രമായ രാഷ്ട്ര തലവനാണ്. ശരിക്കും പ്രധാനമന്ത്രിക്കാണ് എല്ലാ പവറും ഉള്ളത്. അപ്പോൾ എന്താണ്, ഈ ഒരു രാഷ്ട്ര തലവനെ നമ്മൾ തെരഞ്ഞെടുപ്പിലൂടെയാണ് നിശ്ചയിക്കുന്നത്. ഇന്ത്യയിലെ കേസിലേക്ക് വരികയാണെങ്കിൽ 5 വർഷത്തേക്കാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. പിന്നീട് നമ്മൾ 2 എക്സ്ട്രാ പോയിന്റ് കൂടി പഠിക്കുന്നുണ്ട്. വാസ്റ്റിംഗ് ഓഫ് പൊളിറ്റിക്കൽ സൊവേരിജിനിറ്റി ഇൻ ദി പീപ്പിൾ നോട്ട് ഇൻ എ സിംഗിൾ ഇൻഡിവിജ്വൽ. അതായത് ഈ ഒരു റിപ്പബ്ലിക്കിലൂടെ നമ്മൾ എന്താണ്, നമ്മുടെ ഈ ഒരു രാഷ്ട്രീയ പരമാധികാരം എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഇൻഡിവിജ്വലിനല്ല കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, ആബ്സെൻസ് ഓഫ് എനി പ്രിവിലേജ്ഡ് ക്ലാസ്, അതായത് ഈ ഒരു റിപ്പബ്ലിക്കായിട്ടുള്ള രാജ്യത്തിൽ എന്താണ് ഒരു പ്രിവിലേജ്ഡ് ക്ലാസ് ഉണ്ടായിരിക്കില്ല എന്നും പറയുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ജസ്റ്റിസ് എന്നുള്ള ഭാഗമാണ് നോക്കുന്നത്. ജസ്റ്റിസ് എന്ന് പറയുന്നത് 3 രീതിയിലാണ് നമ്മളെ പ്രിയാമ്പിളിലുള്ളത്. സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ. സോഷ്യൽ എന്ന് പറഞ്ഞാൽ സാമൂഹികം, എക്കണോമിക് സാമ്പത്തികം, പൊളിറ്റിക്കൽ രാഷ്ട്രീയം. അപ്പം നമ്മൾ ഈ ഒരു ഐഡിയ, അതായത് ഈ ഒരു ജസ്റ്റിസ് എന്നുള്ള ഐഡിയ നമ്മൾ എടുത്തിട്ടുള്ളത് 1917 നടന്ന റഷ്യൻ റവല്യൂഷനിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിബർട്ടിയാണ്. ലിബർട്ടി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. ഈ ലിബർട്ടി എന്ന് പറയുന്നത് ശരിക്കുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ വ്യക്തിക്ക് ലഭിക്കുന്ന സംരക്ഷിത സ്വാതന്ത്ര്യമാണ്. അതായത് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ വ്യക്തിക്ക് എന്താണ് ലഭിക്കുന്ന കുറച്ച് സംരക്ഷിത സ്വാതന്ത്ര്യമുണ്ട്. അതിനെ മാത്രമാണ് നമുക്ക് ലിബർട്ടി എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലിബർട്ടി എന്നുള്ള കൺസെപ്റ്റ് എടുത്തത് എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ അത് ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ള മറ്റ് കൺസെപ്റ്റുകളും ഒന്ന് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക്. ഇതൊക്കെ നമ്മൾ എടുക്കുന്നത് എവിടെ നിന്നാണ്, ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അടുത്തത് നമ്മൾ ഇക്വാലിറ്റി. ഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, സമത്വം. അതിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടല്ലേ. അതായത് എല്ലാ പൗരന്മാരും എന്താണ് തുല്യതയാണ്. അതായത് ആർക്കും എന്താണ് പ്രത്യേക പ്രിവിലേജ് ഒന്നും ഇല്ല എന്നാണ് ആ ഒരു സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സമത്വം നടപ്പാക്കുന്നത് 2 ആർട്ടിക്കിളിലൂടെയാണ്. ഈ ഒരു 2 ആർട്ടിക്കിളിലൂടെ മാത്രമല്ല, കുറേ ആർട്ടിക്കിൾ ഉണ്ട്. അതിലുള്ള 2 ആർട്ടിക്കിളാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അതുവഴി നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ആർട്ടിക്കിൾ 325 ഞാൻ ആദ്യം പറയുന്നത്. നോ പേഴ്സൺ ടു ബി ഇൻഎലിജിബിൾ ഫോർ ഇൻക്ലൂഷൻ or in claim to be included in a special electoral roll on grounds of religion, race, caste or sex എന്നാണ് പറയുന്നത്. അതായത് ഒരു പൗരനും എന്താണ് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നും അതായത് ഈ ഒരു കാസ്റ്റ് അല്ലെങ്കിൽ റേസ്, സെക്സ് അതിൻ്റെ ഒന്നും ബേസിൽ അവരൊന്നും എന്താണ് ഒഴിവാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പേരിൽ, അതായത് ഈ ഒരു റേസ്, കാസ്റ്റ്, സെക്സ് അതിൻ്റെ പേരിൽ എന്താണ് ഒരാളെയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇവർ പ്രത്യേക ഒരു പ്രിവിലേജ്ഡ് ക്ലാസ്സാണ്, അപ്പോൾ ഇവരെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇൻക്ലൂഡ് ആക്കണം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും എന്താണ് തെരഞ്ഞെടുപ്പിൽ ഇൻക്ലൂഡഡ് ആവണം എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ 325 പറയുന്നത്. അടുത്ത ആർട്ടിക്കിളിലേക്ക് വരികയാണെങ്കിൽ ആർട്ടിക്കിൾ 326 ഇലക്ഷൻ ടു ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ് ഓൺ ദ ബേസിസ് ഓഫ് അഡൾട്ട് സഫ്രേജ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ 18 വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് എന്താണ് വോട്ട് ചെയ്യാൻ പറ്റുമല്ലേ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ലോക്സഭ ഇലക്ഷനും അതുപോലെ തന്നെ സ്റ്റേറ്റ് അസംബ്ലിയിലുള്ള ഇലക്ഷൻ എന്താണ് ഈ ഒരു 18 വയസ്സ് പൂർത്തിയാക്കുന്ന ആ ഒരു സിസ്റ്റത്തിൽ എന്താണ് ഇലക്ഷൻ നടത്തണം എന്നാണ് പറയുന്നത്. അപ്പം പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ എന്താണ് ലോക്സഭയിലെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് അസംബ്ലിയിലെയും തെരഞ്ഞെടുപ്പിനെയാണ് ആർട്ടിക്കിൾ 326 പറയുന്നത്. അപ്പം ഇക്വാലിറ്റി എന്നുള്ള ഭാഗം കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഫ്രാറ്റേണിറ്റിയാണ് പറയുന്നത്. സാഹോദര്യം എന്ന് പറയുന്നത് എന്താണ്, അതായത് ഇന്ത്യയിൽ എല്ലാവരും എന്താണ് സഹോദര്യമായിട്ട് നമ്മൾ ഭയങ്കര ഒത്തൊരുമയോടെ ഇതാവണം എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലേ, അതാണ് ഫ്രാറ്റേണിറ്റിയിൽ പറയുന്നത്. അപ്പം ഇനി നമ്മൾ ഇപ്പം നേരത്തെ ഞാൻ കുറേ വേർഡുകൾ പറഞ്ഞ സമയത്ത് അതിൽ ചിലത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് 42ാം അമെൻമെൻറ്റ് വഴി കൂട്ടിച്ചേർത്തതാണെന്ന്. അപ്പം നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. ഈ ഒരു 42ാം അമെൻമെൻറ്റ് വഴി 1976 42ാം അമെൻമെൻറ്റ് വഴി, അതായത് വകുപ്പ് പറയുകയാണെങ്കിൽ 2ാം വകുപ്പ് വഴി ഏതൊക്കെ വേർഡുകളാണ് ഈ ഒരു പ്രയാമ്പിളിൽ, അതായത് ആമുഖത്തിൽ ആഡ് ചെയ്തതെന്ന് നോക്കുകയാണെങ്കിൽ സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഇൻറ്റിഗ്രിറ്റി ഈ വേർഡുകളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ വേർഡുകൾ മാത്രമല്ല നമ്മൾ ഈ 42ാം അമെൻമെൻറ്റിൽ ആഡ് ചെയ്യുന്നത്, വേറെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ പ്രയാമ്പിൾ ബേസ് ചെയ്ത് പറയുമ്പോൾ പ്രയാമ്പിളിൽ എന്താണ്, അതായത് ആമുഖത്തിൽ ഈ വേർഡുകൾ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. ഇത് നിലവിൽ വരുന്നത് 1977 അടുത്ത വർഷമാണ്
ജാനുവരി 3-നാണ് വരുന്നത്. അപ്പം 1977 ജാനുവരി 3-നാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റിഗ്രിറ്റി എന്നുള്ള വേർഡുകൾ അടങ്ങിയിട്ടുള്ള പ്രിയാമ്പിൾ എന്ത് വരുന്നത്, എൻഫോഴ്സ്മെൻ്റ് ആവുന്നത്. ഇനി നമ്മൾ പ്രിയാമ്പിൾ എത്ര തവണ അമെൻഡ് ചെയ്തെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരൊറ്റ തവണ മാത്രമാണ് അമെൻഡ് ചെയ്തത്. അതായത് 42-ൽ അമെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു, ആ ഒരൊറ്റ തവണ മാത്രമാണ് അമെൻഡ് ചെയ്തത്. അപ്പം നമുക്ക് പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തത് എത്ര തവണ എന്ന് ചോദിച്ചാൽ ഒറ്റ തവണ എന്ന് പറയാൻ പറ്റും. ഇനി ചെറിയ 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് പറയുന്നത്. പ്രിയാമ്പിൾ ഈസ് നെയ്തർ എ സോഴ്സ് ഓഫ് പവർ ടു ലെജിസ്ലേച്ചർ നോർ എ പ്രൊഹിബിഷൻ അപ്പോൺ ദ പവർ ഓഫ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നുണ്ട്. അതായത് നിയമനിർമ്മാണ സഭയ്ക്ക് എന്താണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഒരിക്കലും നിയമം ഉണ്ടാക്കാനുള്ള പവർ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ എന്താണ് നിയമം ഉണ്ടാക്കാൻ പാടില്ല എന്നും പറയുന്നില്ല. അതിലെ കൺസെപ്റ്റ് വെച്ച് വേണമെങ്കിൽ നിയമം ഉണ്ടാക്കാം, പക്ഷേ ഈ ഒരു നിയമനിർമ്മാണ സഭയ്ക്ക് എന്താണ് കണ്ടോ പ്രിയാമ്പിൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു നിയമം ആ ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടി നടത്താം എന്നുള്ള അധികാരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചിട്ട് ആ ഒരു ആശയത്തോട് അനുബന്ധിച്ച് എന്താണ് നിയമം ഉണ്ടാക്കാൻ പാടില്ല എന്നും പറയാൻ പറ്റുന്നില്ല. അതായത് അതിനതിൻ്റേതായൊരു നിയമവശങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ഫണ്ടമെൻ്റൽ വാല്യൂസിനൊന്നും കോട്ടം തട്ടാതെയൊക്കെ നമുക്ക് നിയമം നിർമ്മിക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ പിന്നെ പറയുന്നുണ്ട്. അടുത്തൊരു ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ജസ്റ്റിസ്റ്റബിൾ എന്ന് പറയുന്നുണ്ട്. അതായത് എന്താണ് നമുക്ക് നിയമത്തിലൂടെ, അതായത് ഈ ഒരു പ്രിയാമ്പിളിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് ആ സമത്വം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് കോടതിയിലൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നോൺ ജസ്റ്റിസ്റ്റബിൾ എന്ന് പറയുന്നത്. ജസ്റ്റിസ്റ്റബിൾ ആണെങ്കിൽ എന്തായിരുന്നു, നമുക്ക് കോടതിയിൽ പോയിട്ട് നമുക്ക് ആ ഒരു അവകാശം വാങ്ങിക്കായിരുന്നു. പക്ഷേ നോൺ ജസ്റ്റിസ്റ്റബിൾ ആയതുകൊണ്ട് നമുക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പിന്നീട് നമ്മൾ പറയുന്നത് ബേസിക് ഫീച്ചറിന് കോട്ടം തെറ്റാതെ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പോയിന്റ് കൂടിയുണ്ട്. ഇനി നമ്മൾ അടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് വരുന്നത്. ദ പാർലമെൻറ്റ് കനോട്ട് സേ പ്രിയാമ്പിൾ അലോ അസ് ടു ഡു ദിസ് ഓർ കോർട്ട് കനോട്ട് സേ പ്രിയാമ്പിൾ സ്റ്റോപ്പ് പാർലമെൻറ്റ് ഫ്രം ഡൂയിങ് ദിസ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. അതിൻ്റെ മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ പാർലമെൻറ്റിന് എന്താണ് ഒരിക്കലും പറയാൻ പറ്റില്ല പ്രിയാമ്പിൾ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ പറയുന്നുണ്ടെന്ന്. നേരത്തെ പറഞ്ഞ ആ ഒരു സെൻറ്റൻസിൻ്റെ അതേ ഒരു കൺസെപ്റ്റ് വരുന്നത്. അതായത് ഇങ്ങനെ ചെയ്യാൻ ഞങ്ങളോട് പറയുന്നുണ്ട്, കണ്ടോ പ്രിയാമ്പിൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെന്ന് പാർലമെൻറ്റിന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ കോർട്ടിൻ്റെ കേസിൽ പറയുന്നത് ഈ പാർലമെൻറ്റ് എന്തെങ്കിലും നിയമങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ കോർട്ടിന് എന്ത് പറയാൻ പറ്റില്ല, പ്രിയാമ്പിൾ നിങ്ങൾ ഇത് എന്താ ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയാനും പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും നേരം നമ്മൾ പ്രിയാമ്പിളിലെ കീവേഡ്സുകളാണ് പഠിച്ചത്. ഇനി നമ്മൾ പ്രിയാമ്പിളിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ഫാക്റ്റ് എന്ന രീതിയിൽ പറയുകയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഈ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിപാദിക്കുന്നത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസറാണ് ആമുഖം. നമുക്ക് ആമുഖത്തിൽ എന്താണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും അതുപോലെ തന്നെ മൂല്യങ്ങളൊക്കെ എന്താണ് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതൊക്കെ പ്രതിഫലിക്കുന്നത് എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ അത് ആമുഖത്തിലാണ്. പിന്നീട് എന്താണ് നമ്മുടെ ഇന്ത്യയുടെ പരമാധികാരം ജനങ്ങൾക്കാണ് എന്ന് പ്രസ്താവിക്കുന്നത് എവിടെയാണ്, അതും ആമുഖത്തിലാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ പരമാധികാരം അത് കിട്ടുന്നത് അത് ജനങ്ങൾക്കാണ്, ശരിക്കുള്ള പരമാധികാരം ജനങ്ങൾക്കാണ് എന്നാണ് നമ്മുടെ ആമുഖത്തിൽ പറയുന്നത്. ഇനി നമ്മുടെ ആമുഖം കാവ്യാത്മകമായി എഴുതിയത് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹത്തിൻ്റെ ഒബ്ജക്റ്റീവ് റെവല്യൂഷനൊക്കെയാണ് പ്രിയാമ്പിളായി മാറിയത്. അത് നമ്മൾ അങ്ങോട്ടേക്ക് അടുത്ത പോയിന്റ് എത്തുമ്പോൾ നമ്മൾ പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ആമുഖം കാവ്യാത്മകമായിട്ട് എഴുതിയത് ആരാണ്, ജവഹർലാൽ നെഹ്റു ആണ്. അടുത്തത് ഈ ഒരു പ്രിയാമ്പിൾ എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് ഏത് രാജ്യമാണെന്ന് നോക്കുകയാണെങ്കിൽ അത് USA നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അടുത്ത എന്താണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് ആരാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആമുഖം കാവ്യാത്മകമായിട്ട് എഴുതിയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ്. അടുത്തത് ഈ ഒരു നമ്മുടെ ഭരണഘടനയ്ക്ക് എന്താണ് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ആളെന്ന് നോക്കുകയാണെങ്കിൽ അത് BN റാവു ആണ്. അപ്പം നമ്മുടെ BN റാവു ആണ് ആദ്യമായിട്ട് പറഞ്ഞത് നമ്മുടെ ഭരണഘടനയ്ക്ക് എന്താണ് ഒരാമുഖം വേണം. അടുത്തതായിട്ട് നമ്മൾ ജവഹർലാൽ നെഹ്റുവായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് പഠിക്കുന്നത്. അദ്ദേഹം എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയാണ്. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായി മാറുന്നത്, ആമുഖമായിട്ട് മാറുന്നത്. അപ്പം ആ ഒരു ലക്ഷ്യപ്രമേയം ആദ്യമായിട്ട് ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നത് 1946 ഡിസംബർ 13-നാണ്. പിന്നീട് ഭരണഘടനാ നിർമ്മാണ സഭ എന്താണ് ഇത് 1947 ജാനുവരി 22-ന് പാസ്സാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പാസ്സാക്കുന്നത് ഐക്യകണ്ഠേന പാസ്സാക്കുകയാണ് ചെയ്യുന്നത്, കാരണം ആർക്കും ഒരു എതിർപ്പില്ല, അങ്ങനെ പാസ്സാക്കി. പിന്നീട് ലക്ഷ്യപ്രമേയം ആമുഖം എന്ന പേരിൽ ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ ചർച്ചയ്ക്കെടുക്കുന്നത് 1949 ഒക്ടോബർ 17-നാണ്. അങ്ങനെ ആ ഒരു ഇത് പാസ്സായിട്ട് അങ്ങനെ എന്ത് ചെയ്യുകയാണ് നമ്മുടെ ലക്ഷ്യപ്രമേയം പിന്നീട് ആമുഖാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ഒരു സന്ദർഭത്തിൽ എന്താണ് എല്ലാവർക്കും
ഈ ഒരു ആമുഖമാക്കണം എന്നുള്ളൊരു ഇതില്ലായിരുന്നു. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം ഐക്യകണ്ഠേന പാസ്സാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ആർക്കും ഒരു എതിർപ്പില്ല. പക്ഷേ ഇവിടെ എന്താണ്, ചില ആളുകൾക്ക് എതിർപ്പുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഭൂരിപക്ഷം നോക്കിയിട്ട് അവസാനം എന്താണ് അത് ആമുഖാക്കി മാറ്റുകയാണ് ചെയ്തത്. ഈ ഒരു ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഭരണഘടന ആമുഖമായത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു പ്രയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ് പഠിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന കേസ് ബെറുബാറി യൂണിയൻ കേസാണ്. അതിനുശേഷം കേശവാനന്ദ ഭാരതി കേസ് പഠിക്കും. പിന്നീട് നമ്മൾ യൂണിയൻ ഗവൺമെൻറ് വേഴ്സസ് LIC ഓഫ് ഇന്ത്യ കേസസ് പഠിക്കും. അപ്പോൾ 3 കേസുകളാണ് ഈ ഒരു ഭരണഘടനയിലെ ആമുഖമായിട്ടുള്ള പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തേത് ബെറുബാറി കേസ്. ബെറുബാറി യൂണിയൻ കേസ് 1960 നടക്കുന്നത്. ഈ കേസിലാണ് പറയുന്നത് പ്രിയാമ്പിൾ എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ല. അതായത് അത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ഒരിക്കലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, ആമുഖം എന്താണ്, ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് നമ്മുടെ സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസാണ് ബെറുബാറി യൂണിയൻ കേസ്. അപ്പം ഒരു അവിഭാജ്യ ഘടകമല്ല എന്ന് പറഞ്ഞ് ബെറുബാറി കേസിൽ. ഇനി 1973 വരികയാണെങ്കിൽ കേശവാനന്ദ ഭാരതി കേസിൽ ആമുഖം എന്താണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്നും അതെന്താണ്, അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ടിട്ട് ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച് നമുക്കതിൽ ഭേദഗതി വരുത്താമെന്നാണ് പറയുന്നത്. ഭേദഗതി വരുത്തുക മീൻസ് നമുക്ക് മാറ്റം വരുത്തുക, അതിനെയാണ് നമ്മൾ ഭേദഗതി എന്ന് പറയുക. അപ്പം നമ്മൾ ആർട്ടിക്കിൾ 368 പറഞ്ഞല്ലേ, അപ്പം നമ്മൾ എന്ത് അറിഞ്ഞിരിക്കണം, എന്താണ് ആർട്ടിക്കിൾ 368 എന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരമാണ് നമ്മൾ ആർട്ടിക്കിൾ 368 പറയുന്നത്. ഈ ഒരു കേശവാനന്ദ ഭാരതി കേസിലൂടെ പറയുകയാണ് നമുക്ക് ആമുഖം അമെൻഡ് ചെയ്യാൻ പറ്റും, അതായത് മാറ്റം വരുത്താൻ പറ്റും. പക്ഷേ എന്ന് വെച്ചാൽ തോന്നിയ രീതിയിൽ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല. അതിൽ ഓൾറെഡി കുറേ മൂല്യങ്ങളൊക്കെ ഉണ്ട്, അതായത് നമ്മൾ കീവേഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൊന്നും ചേഞ്ച് വരുത്താതെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. അപ്പോൾ എന്താണ്, ബേസിക് ഫീച്ചേഴ്സിന് ചേഞ്ച് വരുത്താതെ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. വേറൊരു രീതി പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 368 വഴി പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്യാൻ കഴിയുമോ എന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്ന കേസാണ് ഏത്, കേശവാനന്ദ ഭാരതി കേസ്. എന്താണ്, ആർട്ടിക്കിൾ 368 വഴി നമ്മുടെ ഈ പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്ന കേസാണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത നമ്മുടെ ലാസ്റ്റ് കേസാണ് യൂണിയൻ ഗവൺമെൻറ് വേഴ്സസ് LIC ഓഫ് ഇന്ത്യ കേസ്. 1995 ഈ കേസ് നടക്കുന്നത്. പ്രിയാമ്പിൾ ഒരു ഇൻറ്റിഗ്രൽ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നാണ് പറയുന്നത്. അതായത് പ്രിയാമ്പിൾ ഈസ് എ ഇൻറ്റിഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കേസാണ് ഈ യൂണിയൻ ഗവൺമെൻറ് വേഴ്സസ് LIC ഓഫ് ഇന്ത്യ കേസ്. വേണമെങ്കിൽ എന്താണ്, നമുക്ക് പ്രിയാമ്പിളിനെ അടിസ്ഥാനമാക്കി നിയമം നിർമ്മിക്കാം, അല്ലാതെയും നിർമ്മിക്കാമെന്നും ഈ ഒരു കേസിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് എന്താണ് പ്രിയാമ്പിൾ, അതിനെ ഡിഫൈൻ ചെയ്തത് നമ്മൾ ഫസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പിന്നെയാണ് ഡിഫൈൻ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്കിനി പ്രിയാമ്പിളിനെ ഡിഫൈൻ ചെയ്യാം. അപ്പം പ്രിയാമ്പിൾ തുടങ്ങുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം, അഥവാ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നും പറയാം. അപ്പം ഭാരതത്തിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര, സ്ഥിതിസമത്വ, മതനിരപേക്ഷ, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. അടുത്തത് സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയ്ക്കുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് ഇന്ന് 1949 നവംബർ 26 ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രിയാമ്പിളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരേ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്, 1949 നവംബർ 26. അപ്പം ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരേ ഒരു തീയതി ചോദിക്കുകയാണെങ്കിൽ 1949 നവംബർ 26 നമുക്ക് പറയാൻ പറ്റും. ഈ നവംബർ 26 നമ്മുടെ ഭരണഘടനാ ദിനം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എന്ത്, നമ്മുടെ നാച്ചർ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സൊവേരിയൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. പരമാധികാരം, സ്ഥിതിസമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ജസ്റ്റിസ് ആണ് ആദ്യം നമ്മൾ പറഞ്ഞത്. അപ്പം എത്ര നീതി ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ 3 നീതിയാണുള്ളത്, സാമൂഹികം, സാമ്പത്തികം, രാഷ്ട്രീയം. അപ്പം 3 നീതികളാണ് നമ്മുടെ പ്രിയാമ്പിളിൽ പറയുന്നത്. അടുത്തത് എത്ര സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ, അതായത് ലിബേർട്ടി എത്ര ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ 5 എണ്ണാണുള്ളത്. ചിന്ത, ആശയ പ്രകടനം, വിശ്വാസം, മതനിഷ്ഠം.
ആൻഡ് ആരാധന. അടുത്ത് നമ്മൾ എത്ര സമത്വം ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ, ഇക്വാലിറ്റി എത്ര ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ 2 പദവി, അവസരം, അതായത് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഇത്രയാണ് നമ്മൾ പ്രിയാമ്പിളിൽ പഠിക്കുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് പോയിന്റിലേക്ക് വരികയാണ്. അതായത് ഈ ഒരു പ്രിയാമ്പിളിനെ വിശേഷിപ്പിച്ച ആളുകൾ എന്തൊക്കെയാണ് വിശേഷിപ്പിച്ചത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. KM മുൻഷി പറഞ്ഞത് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്നാണ് പറയുന്നത്. NA പൽക്കിവാല പറയുന്നത് ഇന്ത്യയുടെ തിരിച്ചറിയൽ കാർഡ് എന്നാണ്. ഏണസ്റ്റ് ബാർക്കർ പറയുന്നത് ഭരണഘടനയുടെ കീനോട്ട് എന്നാണ്. ഇനി M ഹിദായത്തുള്ള പറയുന്നത് ഭരണഘടനയുടെ ആത്മാവ് എന്നാണ്. ജവഹർലാൽ നെഹ്റു പറയുന്നത് ഭരണഘടനയുടെ ആത്മാവും താൽക്കോൽ എന്നാണ്. ഇനി താക്കൂർദാസ് പറയുന്നത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും. ജവഹർലാൽ നെഹ്റു വരുമ്പോൾ ആത്മാവ്, താക്കോല്. താക്കൂർ വരുമ്പോൾ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും. ഇത്രയാണ് വിശേഷണത്തിൽ വരുന്നത്. ഇനി ഒരു എക്സ്ട്രാ ഫാക്റ്റ് എന്ന രീതിയിൽ ഒരു ചെറിയൊരു കോട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും പുതു ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ഈ ഒരു കോട്ട് പറഞ്ഞത് നെഹ്റു ആണ്. അപ്പം നെഹ്റുവിൻ്റെ കോട്ടാണിത്. ഇനി നമ്മളൊരു അവസാനമായിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ രത്നമാണ് എന്ന് നമുക്ക് എന്ത് പറയാം, ആമുഖം, അതായത് ഈ ഒരു പ്രിയാമ്പിൾ എന്ന് പറയാം. അപ്പം ഇത്രയാണ് നമ്മൾ പ്രിയാമ്പിൾ എന്നുള്ള ടോപ്പിക്കിൽ പഠിക്കുന്നത്.